ഹായ് ഓൾ, നമസ്കാരം. എല്ലാവർക്കും പി കെ ലേണിംഗ്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരള പോലീസ് ആക്ട് ആണ്. അപ്പോൾ കേരള പോലീസ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ 2 ലെക്ചേഴ്സ് നമ്മൾ ഇതുവരെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് സെക്ഷൻ 21 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള സെക്ഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുവരെ പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്തവർ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, പാർട്ട് 3 കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 29 ആണ്. നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് സെക്ഷൻ 29 പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഏതെന്ന് പറയുന്നത് സെക്ഷൻ 29. എങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പെരുമാറേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ബിഹേവിയർ എന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന KP ആക്ടിലെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, വകുപ്പ് 29 ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, ഡ്യൂട്ടിയിലുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും എന്ത് ചെയ്തിരിക്കണം, പൊതുജനങ്ങളോട് ഇടപെടുമ്പോഴത്തേനും സഭ്യവും മാന്യവുമായിട്ടുള്ള ഭാഷ ഉപയോഗപ്പെടുത്തണം. ദെൻ മര്യാദയും ഔചിത്യവും, ദെൻ അവസരോചിതമായിട്ടുള്ള സഹാനുഭൂതിയും പ്രകടിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്, സെക്ഷൻ 29 ആണ്. നമ്മൾ പണ്ട് ആക്ഷൻ ഹീറോ ബിജു എന്ന മൂവി കണ്ടപ്പോഴത്തേനും അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ SP എന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന വയർലെസ്സിലൂടെ അനൗൺസ് ചെയ്യുന്നുണ്ട് എന്താണ്, സഭ്യവും മാന്യവുമായിട്ടുള്ള ഭാഷയൊക്കെ ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ഇതുമായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യണം, പൊതുജനങ്ങളോട് ഇടപെടുമ്പോഴത്തേനും എന്ത് ചെയ്തിരിക്കണം, മര്യാദ, ഔചിത്യം, ദെൻ അവസരോചിതമായിട്ടുള്ള സഹാനുഭൂതി എന്നിവ പ്രകടിപ്പിക്കേണ്ടതും സഭ്യവും മാന്യവുമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കണം എന്നും പറയുന്നത് എവിടെ തന്നെയാണ്, സെക്ഷൻ 29 തന്നെയാണ്. ഓക്കെ അല്ലേ. അപ്പം സെക്ഷൻ 29 ബേസിക്കലി എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പോലീസ് ഉദ്യോഗസ്ഥരുടെ ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റത്തെ കുറിച്ചാണ് സെക്ഷൻ 29 പറയുന്നത്. അതിൽ ഒന്നാമത് പറയുന്ന കീവേഡ് എന്താണ്, സഭ്യവും മാന്യവുമായിട്ടുള്ള ഭാഷ വേണം ഉപയോഗിക്കാനായിട്ട് പൊതുജനങ്ങളുമായിട്ട് ഇടപെടുമ്പോഴത്തേനും. ഇനി രണ്ടാമത് പറയുന്ന കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ഉദ്ദേശം നിറവേറ്റുന്നതിന് വേണ്ടി അല്ലാതെ, ഓക്കെ, ലോഫുള്ളി ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിറവേറ്റുന്നതിനല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, പോലീസ് ഉദ്യോഗസ്ഥർ ആർക്കെതിരെയും ബലപ്രയോഗം നടത്താനോ അല്ലെങ്കിൽ ബലപ്രയോഗം നടത്തുമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പ്രതികൂലമായിട്ടുള്ള എന്തെങ്കിലും പോലീസ് നിയമ നടപടിയോ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പാടില്ല, ഭീഷണിപ്പെടുത്താനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, നിനക്കെതിരെ ഞാൻ കേസ് ചാർജ് ചെയ്യും, അല്ലെങ്കിൽ നിന്നെ എന്ത് ചെയ്യും, ഈ കേസിൽ കൊടുക്കും, അല്ലെങ്കിൽ എന്ത് അനാവശ്യമായിട്ട് എന്ത് ചെയ്യുന്നു, ബലപ്രയോഗം നടത്തുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറയുന്നതും എവിടെ തന്നെയാണ്, സെക്ഷൻ 29 തന്നെയാണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 29 ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സഭ്യവും മാന്യവുമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അനാവശ്യമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഭീഷണിപ്പെടുത്താൻ പാടില്ല, അല്ലെങ്കിൽ എന്താണ്, നിയമപരമായിട്ടുള്ള ഉദ്ദേശം. ഇപ്പോൾ ഒരു ക്രിമിനലിനെ പിടിക്കാൻ പോവുകയാണ്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവർക്കെതിരെ ഒരു ബലപ്രയോഗം നമുക്ക് നടത്താനായിട്ട് നമുക്ക് പറ്റും. അല്ലാത്ത പക്ഷം ഒരാളെ എന്ത് ചെയ്യാൻ പാടില്ല, ബലപ്രയോഗം നടത്തുമെന്നോ അല്ലെങ്കിൽ ബലപ്രയോഗം നടത്താനോ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എന്തെങ്കിലും പോലീസ് നടപടി ഉണ്ടാക്കുമെന്നോ പറഞ്ഞിട്ട് എന്ത് ചെയ്യില്ല, ഭീഷണിപ്പെടുത്താനോ പാടില്ല. ഈ കാര്യങ്ങളും പറയുന്നത് എവിടെ തന്നെയാണ്, സെക്ഷൻ 29 തന്നെയാണ് ഈ ഒരു കാര്യവും പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, സെക്ഷൻ 29 പോലീസിന്റെ ബിഹേവിയറിനെ കുറിച്ച് പറയാം. ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും, പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, നോ ഡൗട്ട് ഏതാണ്, സെക്ഷൻ 29 പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെ കുറിച്ച് പറയുന്നത്. അതിനകത്ത് പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന്, ഭാഷ, പോലീസ് ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുന്ന ഭാഷ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ദെൻ രണ്ടാമെന്താണ്, മതിയായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ്, ബലപ്രയോഗം നടത്താനായിട്ട് പാടില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, പോലീസ് നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താനായിട്ട് പാടില്ല. ഈ 2 കാര്യങ്ങളും പറയുന്നത് എവിടെയാണ്, സെക്ഷൻ 29. ഇനി മൂന്നാമത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് സഹാനുഭൂതിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് വിക്ടിംസിനോട് എന്ത് ചെയ്തിരിക്കണം, പ്രത്യേകിച്ചും വിക്ടിംസ് ആയിട്ട് സ്ത്രീകളോ കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാരോ അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികളോ ഒക്കെയാണ് വിക്ടിംസ് ആയിട്ട് വരുന്നെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കണം, ഒരു പരിഗണന നൽകണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ അല്ലാതെ എന്താണ്, അവരോട് സഹാനുഭൂതി ഉണ്ടായിരിക്കണം എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഭാഷ, രണ്ടെന്താണ്, ഈ പറയുന്ന ബലപ്രയോഗം നടത്താൻ പാടില്ല,
അതുകൂടാതെ എന്താണ് എന്തെങ്കിലും പോലീസ് നടപടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ പാടില്ല. ദെൻ മൂന്നാമത്തെ കേസിലേക്ക് വന്നപ്പോൾ എന്ത് പറഞ്ഞു? ഈ പറയുന്ന വിക്ടിംസിനോട് എന്ത് വേണം? ഒരു സഹാനുഭൂതി വേണം. സ്പെഷ്യലി ആരോട്? സ്ത്രീകളോടും കുട്ടികളോടും മുതിർന്ന പൗരന്മാരോടും കഴിവുകൾ വ്യത്യസ്തരായവർ എന്ന് പറയുമ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ അതുകൂടാതെ മുതിർന്ന പൗരന്മാർ എന്നിവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യണം? പോലീസുകാർ പരിഗണന നൽകുകയും അവരോട് എന്ത് ചെയ്യണം? സഹാനുഭൂതി പ്രകടിപ്പിക്കുകയും വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ കാര്യം, പോലീസ് ഉദ്യോഗസ്ഥർ അനാവശ്യമായ അക്രമ സ്വഭാവം ഒഴിവാക്കേണ്ടതും ആത്മനിയന്ത്രണമില്ലാത്ത പെരുമാറ്റം ഒഴിവാക്കേണ്ടതുമാണ്, പ്രകോപനം ഉണ്ടായാൽ തന്നെ. ഓക്കെ, അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു അക്രമ സ്വഭാവം ഒഴിവാക്കണം, അല്ലെ? എന്തുണ്ടാവില്ല? ആ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാവുമ്പോഴത്തേനും ആത്മനിയന്ത്രണം ഇല്ലാതെ പെരുമാറാനായിട്ട് പാടില്ല, എന്തു തന്നെ പ്രകോപനങ്ങൾ ഉണ്ടായാലും. ഓക്കെ, അപ്പൊ അതാണ് നാലാമത് പറയുന്ന കാര്യം. ഇനി അഞ്ചാമത് പറയുന്ന കാര്യം എന്താണ്? കസ്റ്റഡിയിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട കേസാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിലോ അല്ലെങ്കിൽ പരിചരണത്തിലോ ഉള്ള ആരോടും എന്ത് ചെയ്യാൻ പാടില്ല? മോശമായിട്ട് പെരുമാറാനും പാടില്ല. അതുകൂടെ എന്താണ്? അസഭ്യമായിട്ടുള്ള ഭാഷ എന്ത് ചെയ്യാനാണ്? അസഭ്യമല്ലാത്ത ഒരു ഭാഷയും എന്ത് ചെയ്യില്ല? ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്നും എവിടെ പറയുന്നുണ്ട്? സെക്ഷൻ 29 പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ആറാമത്തെ കാര്യം, പോലീസ് ഉദ്യോഗസ്ഥർ എപ്പോഴും എന്തായിരിക്കണം? കാര്യം നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ എപ്പോഴും പബ്ലിക് എന്താണ്? വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെ? അപ്പോൾ സോ ഡെഫിനറ്റ്ലി അവരെന്തായിരിക്കണം? ഒരു മലിനമായിട്ടുള്ളതോ അല്ലെങ്കിൽ വൃത്തിയോ വെടുപ്പോ ഇല്ലാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യാൻ പാടില്ല? അവർ നിൽക്കാനായിട്ട് പാടില്ല. ആ ഒരു കാര്യവും പറയുന്നത് ഇവിടെ തന്നെയാണ്, സെക്ഷൻ 29 തന്നെയാണ് ഈ ഒരു കാര്യവും പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സെക്ഷൻ 29 എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ പറയുന്നത്? സെക്ഷൻ 29 പോലീസുകാരുടെ ബിഹേവിയറിനെ കുറിച്ചാണ് സെക്ഷൻ 29 പറയുന്നത്. ഒന്നാമത്തെ കാര്യം. ദെൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഒന്ന്, എല്ലാവരോടും എന്തിരിക്കണം? സഭ്യവും മാന്യവുമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞേക്കുന്നത്? ബലപ്രയോഗവുമായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെ? അനാവശ്യമായിട്ട് ബലപ്രയോഗം നടത്താൻ പാടില്ല, അനാവശ്യമായിട്ട് ഭീഷണിപ്പെടുത്താൻ പാടില്ല, അതാണ് രണ്ടാമത്തെ കാര്യം, അല്ലെ? മൂന്നാമത്തെ കാര്യം എന്താണ്? ഈ പറയുന്ന വിക്ടിംസിനോട് എന്തുണ്ടായിരിക്കണം? ഒരു സഹാനുഭൂതി ഉണ്ടായിരിക്കണം. സ്പെഷ്യലി ഫോക്കസ് ചെയ്യേണ്ടത് ആരെടുത്താണ്? സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാര്, കഴിവുകൾ വ്യത്യസ്തരായവരോട് പ്രത്യേകിച്ചും ഒരു സഹാനുഭൂതി ഉണ്ടായിരിക്കണം. അതുകൂടാതെ അവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് പരിഗണന നൽകേണ്ടതുമാണെന്ന് പ്രതിപാദിക്കുന്നത് എവിടെയാണ്? സെക്ഷൻ 29. ഇനി പോലീസ് ഉദ്യോഗസ്ഥർ ആത്മനിയന്ത്രണം ഇല്ലാതെ പെരുമാറാൻ പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? വകുപ്പ് 29 തന്നെയാണ്. ഓക്കെ, പിന്നെ പറഞ്ഞേക്ക് എന്താ? കസ്റ്റഡിയിലുള്ള ആൾക്കാരാണ്, അല്ലെ? അപ്പൊ കസ്റ്റഡിയിലുള്ള ആൾക്കാരോട് എന്ത് ചെയ്യണം? മാന്യവും സഭ്യവുമായിട്ടുള്ള ഭാഷ വേണം. അപ്പൊ നമുക്ക് എക്സാമിന് അങ്ങനെ തരുമ്പോൾ നമുക്ക് ഡൗട്ട് അടിക്കും, കസ്റ്റഡിയിലുള്ളവരോടും പോലീസുകാർ എന്ത് ചെയ്യണം? ആ ഈ പറയുന്ന കൂട്ട് മാന്യമായിട്ട് പെരുമാറോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി എന്താണ്? അവർ മാന്യമായിട്ട് പെരുമാറണം. കസ്റ്റഡിയിലുള്ള ആൾക്കാരായിക്കോട്ടെ, പോലീസുകാരുടെ പരിചരണത്തിലുള്ള ആൾക്കാരായിട്ട് ആയിക്കോട്ടെ, അവരോടെല്ലാം എന്തായിരിക്കണം? വളരെ നല്ല രീതിയിൽ വേണം പെരുമാറാനായിട്ട്. സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കാനും പാടില്ല എന്ന് കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 29 നിഷ്കർഷിക്കുന്നുണ്ട്. പിന്നെ പോലീസുകാരെന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? ശാരീരികമായി സുസജ്ജരായിരിക്കേണ്ടതും പിന്നെ അതുകൂടാതെ മലിനമായിട്ടുള്ളതോ വൃത്തിയോ വെടുപ്പോ ഇല്ലാത്തതായിട്ടുള്ള അവസ്ഥയിൽ അല്ല എന്ന് സ്വയം ഉറപ്പാക്കേണ്ടതുമാണ്. ഇത്രയും 6 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് സെക്ഷൻ 29 പറഞ്ഞ കീവേഡ്സ് വെച്ച് മാത്രം എന്ത് ചെയ്താൽ മതി? ഓർത്തു വെച്ചിരുന്നാൽ മതി. കാര്യം ഈ പറയുന്ന ഓരോ 6 കാര്യങ്ങളും വരാം. ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പൊതുസ്ഥലത്ത് എത്തുമ്പോൾ ശാരീരികമായി സുസജ്ജരായിരിക്കേണ്ടതാണ് എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വകുപ്പ് 29 ആ ഒരു കാര്യം പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ സെക്ഷൻ 29 ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഒരു കാറ്റഗറി നമ്മൾ പഠിച്ചു തീർത്തു. ഏതൊക്കെയാണ്? സെക്ഷൻ 14, സെക്ഷൻ 21, സെക്ഷൻ 29, അല്ലെ? ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. ദെൻ നമ്മൾ മൂന്നാമത്തെ കാറ്റഗറിയിലേക്ക് പോകുന്നു. മൂന്നാമത്തെ കാറ്റഗറിയിൽ നമുക്ക് ടോട്ടലി 5 സെക്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 1 സെക്ഷൻ 31, 2 സെക്ഷൻ 33, 3 സെക്ഷൻ 37, 4 സെക്ഷൻ 38, 5 സെക്ഷൻ 39. ഓക്കെ, എന്താണ് സെക്ഷൻ 31 പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പോലീസുകാർ അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്ത് ചെയ്യണം? വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കണം എന്നുള്ള കാര്യമാണ് സെക്ഷൻ 31 പറയുന്നത്. അതായത് നമുക്കറിയാം, ഒരു അന്വേഷണം നടക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. ആ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ പാടില്ല? ആരോടും ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. കാര്യം നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അത് ഒരു കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? കീപ്പ് അപ്പ് ചെയ്യണം എന്നാണ് സെക്ഷൻ 31 പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള സെക്ഷൻ 33 എന്താണ് സെക്ഷൻ 33 ചോദിച്ചു കഴിഞ്ഞാൽ, പോലീസിനും പബ്ലിക്കിനും എന്ത് ചെയ്യാൻ പറ്റും? ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാനായിട്ട് പറ്റും എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 33, അല്ലെ? നമുക്കറിയാം പോലീസുകാർ എന്ത് ചെയ്യും? ഈ ഫോണിൽ എന്ത് ചെയ്യാറുണ്ട്? അവർ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അവർ ഫോണിൽ എന്ത് ചെയ്യാറുണ്ട്? ഷൂട്ട് ചെയ്യാറുണ്ട്, അല്ലെ? അതുകൊണ്ട് പബ്ലിക്കും എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും പോലീസ് നടപടികൾ ഷൂട്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ആർക്കുണ്ട്? പബ്ലിക്കിനും ഉണ്ട്.
ഓക്കെ, അതാണ് എവിടെ പറയുന്നത്, സെക്ഷൻ 33 പറയുന്നത്. ഇനി സെക്ഷൻ 37 പറയുന്നതാണ് പ്രൈവറ്റ് പ്ലേസിലേക്കുള്ള പോലീസിന്റെ എൻട്രി. എപ്പോഴാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു പ്രൈവറ്റ് പ്ലേസിലേക്ക് അല്ലെങ്കിൽ ഒരു സ്വകാര്യ സ്ഥലത്തേക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം പറയുന്നതാണ് സെക്ഷൻ 37. ദെൻ സെക്ഷൻ 38 പറയുന്നത് ഒഫൻസുകൾ തടയാൻ വേണ്ടിയിട്ട് പോലീസുകാർ എന്ത് ചെയ്യണം, ഇന്റർഫിയർ ചെയ്യണം എന്നുള്ളതാണ് സെക്ഷൻ 38 പറയുന്നത്. പിന്നെ സെക്ഷൻ 39 പറയുന്നത് എന്താണ്, പോലീസുകാരുടെ എന്താണ് നിയമപരമായിട്ടുള്ള ഡയറക്ഷൻസ് പാലിക്കാനായിട്ട് എന്താണ് എല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന് പറയുന്ന സെക്ഷനാണ് ഏതെന്ന് പറയുന്നത് സെക്ഷൻ 39 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും 5 സെക്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 31 കഴിഞ്ഞാൽ 33 കഴിഞ്ഞാൽ 37 കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂസ് അല്ല, 37, 38, 39. അപ്പൊ എങ്ങനെയാണ് സെക്ഷൻ 31, സെക്ഷൻ 33, സെക്ഷൻ 37, സെക്ഷൻ 38, സെക്ഷൻ 39. നമ്മൾ ഈ സെക്ഷൻസ് ബൈഹാർട്ട് ചെയ്താലുള്ള ഗുണം എന്താ അറിയാമോ, നമ്മൾ ഈ സെക്ഷൻസ് ഇങ്ങനെ ഓർക്കുക. അപ്പൊ ആ സെക്ഷൻസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മൈൻഡിലിട്ടൊന്ന് എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. അണ്ട് എന്ത് ചെയ്യുക, ആ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്ന് എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ഇപ്പൊ നമുക്കറിയാം സെക്ഷൻ 31 എന്ന് പറയുന്നത് ഈ പറയുന്ന കൂട്ട് എന്താ, ഇൻഫർമേഷൻസ് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കണം. അടുത്ത 33 വരുന്നത്. 33 പറയുമ്പോൾ എന്താ, ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ആണ്. ഓക്കെ, അങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു കണക്ഷൻ എന്ത് ചെയ്ത് വെച്ചേക്കണം, ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കണം. ദെൻ 37 എന്താണ്, എൻട്രി ആണ്. 38 എന്ന് പറയുന്നത് ഒഫൻസുകൾ തടയാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബാധ്യതയുണ്ട് എന്ന് പറയുന്നതാണ് 38. പിന്നെ 39 പറയുന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ നിയമപരമായിട്ടുള്ള ഡയറക്ഷൻസ് ആര് കേൾക്കണം, എല്ലാവരും കംപ്ലൈ ചെയ്യണം എന്നാണ് സെക്ഷൻ 39 പറയുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് എന്താണ് സെക്ഷൻ 31 മുതൽ 39 വരെയുള്ള എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിക്കാണും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സെക്ഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം. നോക്കിക്കേ, എന്താണ് സെക്ഷൻ 31 എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പോലീസ് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ് എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്, വകുപ്പ് 31. അപ്പൊ കേരള പോലീസ് ആക്ടിലെ വകുപ്പ് 31 പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പോലീസ് എന്ത് ചെയ്യണം, വിവരങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് തന്നെ ചോദിക്കാം, പോലീസ് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണം എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, വകുപ്പ് 31. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്, ഏതെങ്കിലും വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പോലീസ് അവരുടെ കർത്തവ്യ നിർവഹണത്തിനിടയിൽ ശേഖരിക്കുന്ന എല്ലാ വിവരങ്ങളും ഏതെങ്കിലും ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിനല്ലാതെ രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ്. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്, പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്നു, അന്വേഷണം നടത്തുന്നു അല്ലെ. അപ്പൊ അന്വേഷണം നടത്തുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച കാര്യങ്ങളോ എന്ത് കിട്ടും, പോലീസുകാർക്ക് ലഭിക്കും. ആ വിവരങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഔദ്യോഗിക ആവശ്യത്തിനല്ലാതെ മറ്റൊരു രീതിയിലും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, അത് വെളിപ്പെടുത്താനായിട്ട് പാടില്ല. അതെന്ത് ചെയ്യണം, വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കണം എന്നാണ് സെക്ഷൻ 31 പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എ എന്ന് പറഞ്ഞ ആളെ കുറിച്ച് എന്ത് ചെയ്തു, എൻക്വയറി നടത്തി. അപ്പം എന്താണ്, അയാളുടെ കുറെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പോലീസിന് കിട്ടി. പോലീസ് ഒരിക്കലും പോയിട്ട് എന്ത് ചെയ്യല്ലേ, ഈ എയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റിവീൽ ചെയ്യല്ലേ. പക്ഷെ ഒരു ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്താണ്, എന്തെങ്കിലും കുറ്റം തെളിയിക്കേണ്ടത് ആവശ്യം വരികയാണ്. കാര്യം ഈ എയുടെ കൈവശമുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ്, അറിയിക്കേണ്ടവരെ അറിയിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ക്രൈം പ്രിവെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒഫൻസിന് തെളിവായിട്ട് വരത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒഫീഷ്യൽ പർപ്പസിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവീൽ ചെയ്യാനായിട്ട് പറ്റും എന്നാണ് സെക്ഷൻ 31 പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സെക്ഷൻ 31 നോക്കാം. അപ്പൊ സെക്ഷൻ 31 പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എന്റെ മർമ്മഭാഗം എന്ന് പറയുന്നത്, പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യണം, വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണം എന്നാണ് സെക്ഷൻ 31 പറയുന്നത്. ഓക്കെ, ഇനി കുറച്ചും കൂടെ ഡീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന പോലീസ് എന്താണ്, അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ ഔദ്യോഗിക ആവശ്യങ്ങൾക്കല്ല, അല്ലെങ്കിൽ ഒഫീഷ്യൽ പർപ്പസിനല്ലാതെ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അവർ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ എന്താണ്, അവരല്ലെങ്കിൽ അത് രഹസ്യമായിട്ട് സൂക്ഷിക്കണം എന്നാണ് സെക്ഷൻ 31 പറയുന്നത്. ഓക്കെ, ഇനി ഈ സെക്ഷൻ 31 കൊടുത്തേക്കുന്ന എന്തൊക്കെയാണ് ഔദ്യോഗിക ആവശ്യങ്ങൾ എന്നാണ് അടുത്തായിട്ട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, കാര്യം നമുക്ക് ഇപ്പം ഒഫീഷ്യൽ പർപ്പസിനാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, പോലീസ് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഇൻഫർമേഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പൊ കൃത്യമായിട്ട് എന്ത് വേണം, എന്താണ് ഈ പറയുന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യം എന്നുള്ളത് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതും എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്, കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനോ തടയുന്നതിനോ വേണ്ടി വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നത് ഔദ്യോഗിക ആവശ്യങ്ങൾ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മോട് ചോദിക്കാം, താഴെ തന്നേക്കുന്നതിൽ ഔദ്യോഗിക ആവശ്യങ്ങൾ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്, ഒന്നുകിൽ കുറ്റകൃത്യം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എന്താണ്, കുറ്റകൃത്യം തടയണം. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻഫർമേഷൻസ് പ്രസിദ്ധപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ അതെന്തിൽ വരും, ഔദ്യോഗിക ആവശ്യത്തിൽ വരുന്ന കാര്യമാണ്. ഇനി പത്രങ്ങളിലോ
ഏതെങ്കിലും ദൃശ്യമാധ്യമങ്ങളിലോ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന പോലീസ് മേധാവിയുടെ അനുമതിയില്ലാതെ കസ്റ്റഡിയിലുള്ള വ്യക്തികളെ പ്രദർശിപ്പിക്കുവാനോ അവരുടെ ഫോട്ടോ എടുക്കുന്നത് അനുവദിക്കുവാനോ പത്രസമ്മേളനം നടത്തുവാനോ പാടില്ല. ഓക്കെ, അപ്പൊ കസ്റ്റഡിയിലുള്ള ഒരു പ്രതിയുടെ എന്താണ് ഫോട്ടോ പത്രങ്ങളിലോ ദൃശ്യമാധ്യമങ്ങളിലോ പ്രസിദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ പോലീസ് മേധാവിയുടെ അനുമതി വേണം. പോലീസ് മേധാവിയുടെ അനുമതി ഇല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? കസ്റ്റഡിയിലുള്ള വ്യക്തികളെ പ്രദർശിപ്പിക്കാനോ ഫോട്ടോ എടുക്കാനോ പത്രസമ്മേളനം നടത്താനോ പാടുള്ളതല്ല എന്നും ഇവിടെ പറയുന്നുണ്ട്. സെക്ഷൻ 31 കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ടി വിയിലൊക്കെ കാണാറുണ്ടല്ലേ, നമ്മൾ ടി വിയിലൊക്കെ കാണാറുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കസ്റ്റഡിയിലുള്ള വ്യക്തിയുടെ പിക്ചർ പേപ്പറിൽ വരണം, അല്ലെന്നുണ്ടെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിൽ വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കണം? സംസ്ഥാന പോലീസ് മേധാവിയുടെ അനുമതിയോട് കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അത്തരത്തിൽ കസ്റ്റഡിയിലുള്ള വ്യക്തികളുടെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? മാധ്യമങ്ങളിലും പത്രങ്ങളിലൊക്കെ വരുത്താനായിട്ട് പാടുള്ളൂ, അല്ലാതെ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ കറക്റ്റായിട്ട് ചോദ്യം വരാം. ഈ പോലീസ് മേധാവി വെച്ചിട്ട് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ആരുടെ അനുമതിയോട് കൂടിയാണ് ഈ പറയുന്ന കസ്റ്റഡിയിലുള്ള ആൾക്കാരുടെ ഫോട്ടോസ് പത്രങ്ങളിൽ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നതിന് ആരുടെ അനുമതിയാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? സംസ്ഥാന പോലീസ് മേധാവിയുടെ അനുമതിയാണ് അവിടെ ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് സെക്ഷൻ 31 പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെക്ഷൻ 31 എന്തൊക്കെയാ പറയുന്നത്? പോലീസ് എന്ത് ചെയ്തിരിക്കണം? വിവരങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കണം എന്ന് പറയുന്നു. സെക്ഷൻ 31 എന്താ പറഞ്ഞേക്കുന്ന? അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ ഒഫീഷ്യൽ പർപ്പസിനല്ലാതെ മറ്റൊരു കാര്യത്തിലും എന്ത് ചെയ്യാൻ പാടില്ല? ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല എന്ന് കൃത്യമായിട്ട് സെക്ഷൻ 31 പറയുന്നു. ദെൻ അടുത്തതായിട്ട് സെക്ഷൻ 31 പറയുന്ന കാര്യം എന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനോ അല്ലെങ്കിൽ തടയുന്നതിനോ വേണ്ടിയിട്ട് വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നത് ഔദ്യോഗിക ആവശ്യങ്ങളിൽ വരുമെന്ന് പറയുന്നുണ്ട്. ദെൻ കസ്റ്റഡിയിലുള്ള ആൾക്കാരുടെ പിക്ചേഴ്സ് നമുക്ക് പത്രങ്ങളിലോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലോ പ്രസിദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? സംസ്ഥാന പോലീസ് മേധാവിയുടെ എന്ത് വേണം? അനുമതിയോട് കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അത്തരത്തിലുള്ളൊരു എന്താണ് ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ പത്രങ്ങൾ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിൽ നമുക്ക് പ്രസിദ്ധീകരിക്കാനായിട്ട് സാധിക്കും. ഇത്രയും 3 കാര്യങ്ങളാണ് എവിടെ പറയുന്നത്? സെക്ഷൻ 31 പറയുന്നത്. അപ്പൊ സെക്ഷൻ 31 കേൾക്കുമ്പോഴേ നമുക്ക് ഓർമ്മ വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 3 കാര്യങ്ങളാണ് സെക്ഷൻ 31 പറയുന്നത്. ഒന്ന്, ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. 2, എന്താണ് ഈ പറയുന്ന കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫർമേഷൻസ് പബ്ലിക്കിൽ അവൈലബിൾ ആക്കാനായിട്ട് പറ്റും. പിന്നെ പറയുന്നതാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ അനുമതിയോട് കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പത്രങ്ങളിലോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ? ഈ പറയുന്ന ഫോട്ടോസ്, കസ്റ്റഡിയിലുള്ള ആൾക്കാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രസിദ്ധപ്പെടുത്താനായിട്ട് പാടുള്ളൂ എന്നും സെക്ഷൻ 31 പറയുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലായോ? അപ്പൊ സെക്ഷൻ 31 ഓക്കെ അല്ലേ? സെക്ഷൻ 31 നമ്മുടെ മനസ്സിൽ വരുമ്പോൾ തന്നെ അവിടെ നമുക്ക് 3 കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് ഓർത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നമുക്കത് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. സെക്ഷൻ 33. ഓക്കെ, ഓൾറെഡി നമുക്ക് സെക്ഷൻ 33 എന്താണെന്ന് നമുക്ക് അറിയാം. എന്താണ്? പോലീസിനും പൊതുജനങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ഓഡിയോ വീഡിയോ റെക്കോർഡുകൾ സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? വകുപ്പ് 33 ആണ്. ഓക്കെ, അപ്പൊ സെക്ഷൻ 33 പറയുന്ന കാര്യം എന്താണ്? പോലീസിനും അതുകൂടാതെ പൊതുജനങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ഓഡിയോ വീഡിയോ റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റും എന്ന് പറയുന്ന വകുപ്പാണ് സെക്ഷൻ 33 എന്ന് പറയുന്നത്. അപ്പൊ സെക്ഷൻ 33 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, പോലീസിന് എപ്പോഴാണ് ഈ പറയുന്ന ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് നടത്താൻ പറ്റുന്നത്, പൊതുജനത്തിന് എപ്പോഴാണ് ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് നടത്താൻ പറ്റുന്നത് എന്നുള്ളതാണ് രണ്ടാമത് പറയുന്ന കാര്യം. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത് നോക്കിക്കേ. പോലീസിന് അവരുടെ ചുമതലകൾ നിർവഹിക്കുന്നതിനിടയിൽ ചെയ്ത ഏതൊരു പ്രവൃത്തിയുടെയും ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ തയ്യാറാക്കി സൂക്ഷിക്കാവുന്നതും അങ്ങനെയുള്ള റെക്കോർഡുകൾ പോലീസ് നടപടിയുടെ സത്യാവസ്ഥ ചോദ്യം ചെയ്യപ്പെടുന്ന ഏതൊരു നടപടിക്രമങ്ങളിലും ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പോലീസ് ഒരു ചെക്കിംഗ് നടത്തുവാണ് അല്ലേ. അപ്പോൾ പോലീസ് ഒരു വാഹന ചെക്കിംഗ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ക്യാമറയായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു വാഹന ചെക്കിംഗ് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് വീഡിയോഗ്രാഫ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ഫൂട്ടേജ് എന്ത് ചെയ്യാൻ പറ്റും? എവിടെയെങ്കിലും ഈ ഒരു പോലീസ് നടപടിയുടെ ഒരു ചോദ്യം വരുന്ന ഒരു കേസിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു വീഡിയോ ഫൂട്ടേജ് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് പോലീസ് എന്ത് ചെയ്യാൻ പറ്റും? പോലീസിന്റെ ചുമതലകൾ നിർവഹിക്കുന്നതിനിടയിൽ അവർക്ക് ആ ഒരു ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും എന്നവിടെ പറയുന്നു. സെക്ഷൻ 33 പറയുന്നു ഒന്നാമതായിട്ട്. ഇനി സെക്ഷൻ 33 പറയുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഏതെങ്കിലും പൊതുസ്ഥലത്തോ സ്വകാര്യ സ്ഥലത്തോ നടക്കുന്ന ഏതെങ്കിലും പോലീസ്
പ്രവർത്തനത്തിന്റെയോ നടപടിയുടെയോ ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ പൊതുജനങ്ങളിൽ ആരെങ്കിലും നിയമവിധേയമായി എടുക്കുന്നതിനെ തടയുവാനായിട്ട് പാടില്ല. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു പോലീസ് നടപടി ലൈക്ക് ഒരു കോമ്പിങ് നടക്കുവാണ്, അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുന്നത് ചെക്കിംഗ് നടക്കുവാണ്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പബ്ലിക്കിന് എന്ത് ചെയ്യാൻ പറ്റും, ആ ചെക്കിംഗ് ഇപ്പോൾ നമ്മൾ പല യൂട്യൂബേഴ്സിന്റെ വീഡിയോയിലും കാണുന്നതല്ലേ, അവർ ക്യാമറയായിട്ട് വരും, അപ്പോൾ പോലീസ് പറയും ക്യാമറ ഓഫ് ചെയ്യുന്ന പറയും അല്ലേ. അപ്പോൾ അങ്ങനെയല്ല, നമുക്ക് നിയമപരമായിട്ട് എന്താണ് പബ്ലിക്കിന് എന്തുണ്ട്, ഈ പറയുന്ന ഒരു സ്വകാര്യ സ്ഥലത്ത് വെച്ചോ അല്ലെങ്കിൽ പൊതു സ്ഥലത്ത് വെച്ചോ നടക്കുന്ന ഒരു പോലീസിന്റെ നടപടിയുടെ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ആർക്കെടുക്കാനുള്ള അവകാശമുണ്ട്, പബ്ലിക്കിനും എടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ എന്താണ് നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ നിയമവിധേയമായിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് സെക്ഷൻ 33 പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ സെക്ഷൻ 33 പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്കും പോലീസിനും ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് അനുവദനീയമാണ് എന്നാണ് സെക്ഷൻ 33 ഒന്നാമത് പറയുന്ന കാര്യം. ദെൻ സെക്ഷൻ 33 രണ്ടാമത് പറയുന്ന കാര്യം എന്താണ്, ഒരു പോലീസ് നടപടി നടക്കുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥന് എന്ത് ചെയ്യാൻ പറ്റും, ആ നടപടികൾ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. അണ്ട് എന്തെങ്കിലും ഈ പോലീസ് നടപടിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആക്ഷേപങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോഴത്തേനും ഇതെന്ത് ചെയ്യാൻ പറ്റും, ഒരു തെളിവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പറ്റും. ഇനി രണ്ടാമത് പറയുന്ന കാര്യം, ഇതുപോലെ പോലീസ് നടപടി ഒരു പൊതുസ്ഥലത്ത് വെച്ചോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പ്ലേസിൽ വെച്ചോ നടക്കുവാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിക്കിനും എന്ത് ചെയ്യാൻ പറ്റും, ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. നിയമവിധേയമായിട്ട് പബ്ലിക്കിന് ഷൂട്ട് ചെയ്യാൻ പറ്റും, അതിനെ തടയാനായിട്ട് പാടില്ല എന്നും ഇവിടെ പറയുന്നുണ്ട്, സെക്ഷൻ 33 പറയുന്നുണ്ട്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ, മനസ്സിലായോ, പക്ക ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇന്ന് നമ്മൾ 3 സെക്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. 1 സെക്ഷൻ 29, 2 സെക്ഷൻ 31, 3 സെക്ഷൻ 33. ഈ 3 സെക്ഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പോൾ ബാക്കി സെക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. എല്ലാവർക്കും താങ്ക് യു, ഗുഡ് ബൈ.